പോകുന്നത് ഒന്ന് നമ്മുടെ മണിക്കുട്ടന് കഴിഞ്ഞ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ അതിലേക്ക് ഫസ്റ്റ് കിട്ടി. നമ്മുടെ അദ്ദേഹം കുട്ടിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഒരു കുറ്റബോധത്തോടു കൂടിയാണ് പറയുന്നത്. ഇന്നലെയും ഒരു അശ്രദ്ധ അതിലുണ്ടായി. ഒന്ന് ഇന്നലെ മലപ്പുറത്ത് പോയപ്പോൾ മലപ്പുറത്ത് ലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ തൃപ്രങ്ങോട് ക്ഷേത്രത്തിൽ വേദജപം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഞങ്ങൾ പോയി. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നത്. അനുമാസത്തിലെ തിരുവാതിര ശരിക്കും മറന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ ട്രെയിനിൽ വെച്ചിട്ട് ലക്ഷ്യമായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതും അങ്ങ് വന്നു. ഇന്ന് രാവിലെ ശ്രീകണ്ഠേശ്വരത്ത് പോകുമ്പോഴാണ് തിരുവാതിര. ഇന്നലെ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയില്ല, ലക്ഷ്യമായിട്ട് സംസാരിച്ചില്ല. സാധാരണ ലക്ഷ്യമാണതെല്ലാം അറേഞ്ച് ചെയ്യുക, അത് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത് മറക്കാതെ വൈകിട്ട് വരുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കാന്ന് വെച്ചപ്പോൾ ഇപ്പോഴത്തെ തിരക്ക് കാരണം അത് സംസാരിക്കാൻ. അപ്പോൾ നമ്മുടെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷം ഒഴിച്ച് ബാക്കി അതിന് മുമ്പ് അത് വട്ടിയൂർക്കാവ് സമിതി മാത്രമേ ഇത് ആഘോഷിക്കാറുള്ളൂ. അതാണ് മറ്റൊരു കാര്യം. സ്ത്രീകളെ കുറിച്ചിടത്തോളം പവിത്രമായ ദിനമാണ് ധനുമാസത്തിലെ മകയിലും തിരുവാതിര. അത് വടക്കോട്ടൊക്കെ വളരെയധികം ഗംഭീരമായിട്ട്, വടക്കൻ കണ്ണൂർ, കാസർഗോഡ്, അങ്ങോട്ട് വടക്കൻ ജില്ലകളിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഒരു ദിവസങ്ങളാണ് ഇതെല്ലാം. ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ദിവസങ്ങളാണ് അതെല്ലാം. കുടുംബത്തിന്റെ സംരക്ഷണത്തിനാണ് അത് കൂടുതലും ഈ ദിവസങ്ങൾ ആചരിക്കുന്നത്. ഒന്ന് ഭഗവാനെ സമർപ്പിക്കുകയാണ്, ഒന്ന് മക്കൾക്ക് വേണ്ടിയിട്ടും, അതായത് മകയിലും മക്കൾക്ക് വേണ്ടിയിട്ടും, തിരുവാതിര ഭർത്താവിന് വേണ്ടിയിട്ടും. അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ് സാധാരണ ആഘോഷിക്കുക. അപ്പൊ ഇന്നലെ ശരിക്കും അത് കുറ്റബോധം. എനിക്ക് ലക്ഷ്മിയോട് സംസാരിക്കണം. തിരുനാവായി വെച്ചിട്ട് അത് വിട്ടുപോയി. തിരുനാവായി പോയിട്ട് തിരിച്ച് തൃപ്രങ്ങോട് വന്ന് അവിടെ ഉത്സവം നടക്കുമ്പോഴേ ഇവിടുത്തെ വെച്ചിട്ടാണ് ഓർമ്മയിലേക്ക് വന്നത്. ഇന്നത് വിട്ടുപോയി. ഇന്നാണ് വീട്ടിലൊക്കെ ഓർമ്മ വന്നത്. അത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തന്നെ ആലോചിക്കണം. നമ്മൾ നാളെ സാധാരണ കഴിഞ്ഞ വർഷത്തിന് മുന്നേ വരെ നമ്മൾ തിരുവാതിര കൂടി കഴിച്ചാണ് ഈ ദിവസം നമ്മൾ ആഘോഷിച്ചിരുന്നത്. പക്ഷെ നമ്മൾക്ക് കഴിഞ്ഞ കൊല്ലം അത് മാറ്റി വെച്ചിട്ട് മകയിരത്തിന്റെ അന്ന് നമ്മൾ കഞ്ഞിയും മറ്റ് കറിയും കൂടെ, ഗോതമ്പ് കഞ്ഞിയും കൂടെ നമ്മൾ സാധ്യത ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള ഏതെങ്കിലും വീട്ടിൽ വെച്ച് ചെയ്യാറുണ്ട്. കഴിഞ്ഞ അങ്ങേ വർഷം ശാസ്ത്രങ്ങളിലായിരുന്നു, അതിന് മുമ്പ് തിരുമല ഡോക്ടറുടെ വീട്ടിലായിരുന്നു. അപ്പൊ ഈ വർഷം അത് കഴിഞ്ഞ വ്യാഴാഴ്ച അനുവദിച്ച് ചെയ്യേണ്ടതായിരുന്നു. കലണ്ടർ നോക്കാതെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത്